റെയിൽവേയിൽ അംഗീകൃത യൂണിയനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഹിതപരിശോധന ഇന്ന് ആരംഭിക്കും. കേരളത്തിൽ 2 സോണുകളിലായി 16,000-ഓളം ജീവനക്കാരാണ് പങ്കാളികളാവുക. മാഫിയ സംഘമാണ് നിലവിൽ ട്രേഡ് യൂണിയൻ രംഗം ഭരിക്കുന്നതെന്ന് BMS ദേശീയ നിർവാഹക സമിതി അംഗം C. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഡിസംബർ 6 വരെ 3 ദിവസങ്ങളിലായാണ് റെയിൽവേ അംഗീകൃത യൂണിയനുള്ള ഹിതപരിശോധന നടക്കുന്നത്. രാജ്യത്ത് 12 ലക്ഷം പേരും കേരളത്തിൽ 16,000-ഓളം ജീവനക്കാരും പങ്കാളികളാകും. തിരുനെൽവേലി മുതൽ തൃശൂർ വരെയുള്ള സോണിൽ 15 ബൂത്തുകളും വള്ളത്തോൾ മുതൽ മംഗലാപുരം വരെയുള്ള സോണിൽ 9 ബൂത്തുകളുമാണുള്ളത്. തെരഞ്ഞെടുപ്പിൽ ദക്ഷിണ റെയിൽവേ കാർമി സംഘ് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നതായും മാഫിയ സംഘമാണ് നിലവിൽ ട്രേഡ് യൂണിയൻ രംഗം ഭരിക്കുന്നതെന്നും BMS ദേശീയ നിർവാഹക സമിതി അംഗം C. ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേയിൽ 12 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ജോലിയെടുക്കുന്നത്. പ്രധാനമായും 4, 5, 6 തീയതികളിലാണ് വോട്ടിംഗ് നടക്കുന്നത്. അതിൽ 10 ലക്ഷത്തോളം ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്ന സന്ദർഭമാണ് സമാഗതമായിരിക്കുന്നത്. കഴിഞ്ഞ ദശകങ്ങളായി വലിയൊരു മാഫിയ സംഘം പോലുള്ള ആളുകൾ റെയിൽവേ ട്രേഡ് യൂണിയൻ രംഗത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാഫിയ സംഘത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ദേശീയധാരയിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ മസ്ദൂർ സംഘം പോലുള്ള പ്രസ്ഥാനം റെയിൽവേയിൽ അംഗീകാരത്തിൽ വരുന്നൊരു സാഹചര്യമാണ്. BMSന്റെ നിയന്ത്രണത്തിലുള്ള ദക്ഷിണ റെയിൽവേ കാർമി സംഘാണ് പ്രചാരണത്തിന് മുന്നിൽ. കാലങ്ങളായി തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ഭരണമാറ്റം അനിവാര്യമെന്ന് BMS പറയുന്നു. ജനം, തിരുവനന്തപുരം.